ഹലോ, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവാണ് വാഗമണിലോട്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ഫുൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പോയത് ധനുഷ്കോടിയാണ്. അപ്പോൾ സെയിം നമ്മുടെ അന്ന് കൂടെ ഉണ്ടായിരുന്ന 2 ഫ്രണ്ട്സ് കൂടെ ഉണ്ട് കേട്ടോ. അവർ ജോയിൻ ചെയ്യുന്നത് വൈറ്റിൽ വെച്ചിട്ടാണ്. അപ്പം നമുക്ക് ഒരു സൺറൈസ് കാണണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇവിടുന്ന് പോകുന്നത്. ഫസ്റ്റ് സ്പോട്ടെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ രാഹുൽ. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ലാസ്റ്റ് ടൈം നമ്മൾ ബൈക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം കാറിലാണ് പോകുന്നത്. നമ്മുടെ ബലേനോ വാങ്ങിച്ചതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് നമ്മൾ ലോങ് ട്രിപ്പ് പോകുന്നത്. ഇതുവരെ നമ്മളങ്ങനെ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് നമുക്ക് ട്രിപ്പ് പോകാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇന്നാണ് നമ്മുടെ ബലേനോ ആയിട്ട് നമ്മളൊരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ സൺറൈസ് കാണാൻ എവിടെയാണ് പോകണം? ലിക്കൽക്കൽ ബാക്ക് സൈഡ്. നമ്മൾ ഓൾറെഡി പ്ലേസ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. രാഹുൽ ഓൾറെഡി പോകേണ്ട സ്ഥലങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തേവയ്ക്കൽ, കാക്കനാട്, കൊച്ചിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ദെൻ വൈറ്റിൽ നിന്ന് 2 പേരിനെ പിക്ക് ചെയ്യണം. സോ 4 പേരായിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഓക്കെ, സമയം ഇപ്പോൾ 2:57, 3 മണിയാവണം. 3 മണിക്ക് നമ്മൾ പുറപ്പെട്ടിട്ട് നമ്മൾ എത്ര മണിയാകുമ്പോൾ എത്തും ഇവിടെ? 3 hours ആവുമല്ലോ. 3 hours ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തേവയ്ക്കലിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി അവിടെ പോയിട്ട് ഇൻ കേസ് പേയ്മെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ക്യാഷ് എന്തെങ്കിലും കുറച്ച് കരുതണ്ടേ. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ATM പോയിട്ട് ക്യാഷ് എടുക്കാൻ പോയതാണ്. ക്യാഷ് കിട്ടിയില്ല പൈസ കിട്ടി. ഓൾറെഡി പൈസ കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ലിക്കലിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഹോപ്പ് യു ഗൈസ് ക്യാൻ സീ ദ വ്യൂസ്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇവിടെ കാണാൻ. ശരിക്കൊരു ഹെവൻ ഫീൽ എന്നൊക്കെ പറയാം. ഹെവനിൽ പോയൊരു, നമുക്ക് സ്വർഗത്തിൽ പോയൊരു ഫീല് എങ്ങനെയാണ് അതുപോലെ ഉണ്ട് ശരിക്കും ഈ ഒരു പ്ലേസ്. ഈ ഒരു റെസ്റ്റോറൻറ്റാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്. പക്ഷെ നമ്മൾ വാഗമണിലോട്ട് വന്നു. ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിലേക്കൊക്കെ പോവാം. ബ്രേക്ക്ഫാസ്റ്റിന് നൂലപ്പവും ചിക്കൻ സ്റ്റൂ, ചട്നി, ഇഡ്ഡലി, സാമ്പാർ. നമ്മളിപ്പോൾ ലോവർ പൈൻ വാലിയിലോട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം. ഇവിടെ 20 rupees കാർ പാർക്കിങ്ങിനുള്ളത്. സൺറൈസ് കണ്ടിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി.
അത് വാഗമൺ വന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതിനുശേഷം നമ്മൾ ലോവർ പൈൻ വാലിയിലോട്ടാണ് വന്നിട്ടുള്ളത്. മേലെ പോയിട്ടില്ല, നേരെ ലോവർ പൈൻ വാലി. ഇവിടെ തിരക്കൊന്നും ആരും ഇല്ല, മീൻസ് അങ്ങനെ വലിയ ക്രൗഡ് കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, നല്ല രസമുണ്ട് ഇവിടെ. നമുക്കിങ്ങനെ വരാനും നല്ല എന്താ പറയുക, ഇവിടെ പാർക്കിംഗ് ഫീ ഉണ്ട്. നമ്മുടെ കാറിന് പാർക്കിംഗ് ഫീ 30 rupees 30 or 20 rupees എന്തോ ആണ്. ആൻഡ് അതുപോലെ നമ്മളിവിടെ എൻട്രി ഫീസ് ഉണ്ട്, പെർ പേഴ്സൺ 30. അങ്ങനെ നമ്മൾ 4 പേരുണ്ടല്ലോ, അപ്പോൾ 120 rupees നമ്മൾ പേ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ താഴെ ഒരു അരുവി ഉണ്ട്, അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാഹുൽ അവിടെ പോയി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആക്ച്വലി ലേക്കിൻ്റെ അവിടേക്ക് പോയില്ല. എന്താണെന്ന് വെച്ചാൽ ലേക്കിൻ്റെ അടുത്ത് എത്താനാകുമ്പോഴത്തേനും അട്ട കടിച്ചു. രാഹുലിൻ്റെ കാലിലും അതുപോലെ എൻ്റെ ഷൂസിലൊക്കെ അട്ട കയറി. അപ്പോൾ തന്നെ എനിക്കങ്ങനെ ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയി. പിന്നെ ആ അരുവിയുടെ അടുത്തേക്ക് ഞങ്ങൾ പോയില്ല. അങ്ങനെ ഒരുപാട് ഇങ്ങനെ മഴ പെയ്ത് ചതുപ്പ് നിലമായിട്ടിരിക്കുന്ന അവിടെയാണ് തോന്നുന്നു കൂടുതലായിട്ട് അട്ട വരുന്നത്. അങ്ങനെ വെച്ചാൽ ഷൂസിൽ 1ഉം 2ഉം അല്ല 3-4 എണ്ണം ഇങ്ങനെ അട്ടകളിങ്ങനെ വന്നു. എനിക്ക് പിന്നെ കണ്ടതും പിന്നെ അവിടെ പോകാനുള്ളൊരു ഇത് പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് പൈൻ ട്രീസിൻ്റെ മേലോട്ട് പോയി കുറച്ച് നടന്നിട്ട് നേരെ തിരിച്ചു വന്നു. ഇനി നെക്സ്റ്റ് മുട്ടക്കുന്ന് എന്നുള്ള സ്ഥലത്തേക്ക് പോകാനാണ് പ്ലാൻ പറയുന്നത്. പക്ഷെ നല്ല ക്ലൈമറ്റ് ചൂടാവാൻ തുടങ്ങി, ഉച്ച സമയമാവാനായല്ലോ. അപ്പോൾ വെയിലാവുന്നുണ്ട്. അപ്പോൾ മുട്ടക്കുന്നിൽ പോകുമ്പോൾ നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻ മാറ്റി വേറെ ഏതെങ്കിലും പ്ലേസിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. പക്ഷേ പൈൻ ട്രീയിൽ ഈ അരുവിയുടെ അടുത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഈ അട്ടയുടെ പ്രശ്നമുള്ളത്. അല്ലാതെ നമ്മൾ നടന്നു പോകുന്ന വാക്ക് വേയിൽ കൂടെ പോകുമ്പോൾ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല കൂളിംഗ് അറ്റ്മോസ്ഫിയറും നല്ല തണുപ്പ്, എന്താ പറയുക, നല്ല നല്ല രസമുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. പക്ഷേ ലേക്കിൻ്റെ അടുത്ത് പോകുമ്പോൾ സൂക്ഷിക്കണം. റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പാലറ്റ് റിസോർട്ടാണ് വാഗമണിൽ. ഇത് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണിത്. നമ്മളിപ്പോൾ മെഡോസിൽ വന്നിരിക്കുകയാണ് നെക്സ്റ്റ് സ്പോട്ടിലോട്ട്. നമ്മൾ ഫുഡ് വാഗമണിൽ തന്നെ നമ്മുടെ റിസോർട്ടിന് അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് സ്പോട്ടിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ടൈം 1:45 ഇവിടെ കണ്ടോ, ഇതൊക്കെ നല്ല ക്രൗഡായിട്ടുണ്ട്. കാരണം കുറേ കോളേജ് സ്റ്റുഡൻസ് അതുപോലെ സ്കൂൾ സ്റ്റുഡൻസ് കുറേ പേര് വന്നിട്ടുണ്ട് ഇവിടെ മെഡോസിൽ. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ റിസോർട്ടിലോട്ട് പോവാണ് കേട്ടോ. കാരണം ടൈം ഇപ്പോൾ 4 മണി ആവാനായി. ഒരു ചായ കുടിച്ചിട്ട് നേരെ റിസോർട്ടിലോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ 3 സ്പോട്ട്സാണ് കവർ ചെയ്തത്. ഇല്ലിക്കൽ വ്യൂ പോയിൻ്റ്, അതുപോലെ ലോവർ പൈൻ വാലി, മെഡോസ്. പിന്നെ റിസോർട്ടിൽ പോയി ഇന്ന് ചെക്ക് ഇൻ ചെയ്തു, ഫ്രഷപ്പായി. ഇതാണ് ഇന്നത്തെ പ്ലാൻ ഉണ്ടായിരുന്നത്. ഇനി പൂൾ റിസോർട്ട് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് പൂളിൽ ടൈം സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്.
ഹായ്, അപ്പോൾ ഇന്ന് ഡേ 2 വാഗമൺ ട്രിപ്പിൻ്റെ ഫൈനൽ ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് ഒരു 7:30 ഒക്കെ ആകുമ്പോഴേക്കും എണീച്ച് റെഡിയായി. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്, അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യണത് ട്രക്കിംഗ് ആണ്. ഏത് സ്ഥലത്തേക്കാണ് പോകണം? ഉളുപ്പുണി. അവിടെ കുറേ വാട്ടർഫോൾസ്, വ്യൂ പോയിൻറ്റ്സ്, പിന്നെന്തൊക്കെയാണ് ഒരു ടണൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ട്രക്കിങ്ങിന് പോയി വന്നു. 10 AM നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. കറക്റ്റ് 1 PM ആകുമ്പോഴത്തേനും നമ്മൾ റിസോർട്ടിൽ തിരിച്ചെത്തി. സോ നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട്, കൊച്ചിയിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് പോയത് നമ്മളൊരു ട്രക്കിംഗ് ആണ്. അപ്പോൾ ട്രക്കിങ് പോയി നല്ല അവിടുത്തെ കുറച്ച് ടണൽ, വാട്ടർഫോൾസ്, അതുപോലെ കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കണ്ടു. പിന്നെ ട്രക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ഓഫ് റോഡായിരുന്നു. അപ്പോൾ നല്ല വൈബൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ വാഗമൺ വരുമ്പോൾ നമ്മൾ മെയിനായിട്ടും ട്രക്കിംഗ് ആണ് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. മീൻസ് ഇവിടെ കാണുന്ന നമ്മൾ കാറ് കൊണ്ടാണെങ്കിലും ബൈക്ക് കൊണ്ടാണെങ്കിലും നമ്മൾ പോയി കാണാനുള്ള സ്ഥലങ്ങൾ ഉണ്ട്. എന്നാലും ട്രക്കിംഗ് പോകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ട്രക്കിംഗ് എന്തായാലും മിസ്സാക്കാണ്ട് പോകണം വാഗമൺ വരുമ്പോൾ എന്തായാലും. പിന്നെ പാക്കേജ് ഞങ്ങൾ 4 പേരൂടെ ഒരു 5 ഡെസ്റ്റിനേഷൻസ് നമ്മൾ കാണാനാണ് അവർ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2500 റുപ്പീസാണ് വരുന്നത്. അതുപോലെ 9 ഡെസ്റ്റിനേഷൻസാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3500 അങ്ങനെയാണ് അവർ ചാർജ് ചെയ്യുന്നത്.
പിന്നെ അതുപോലെ തന്നെ ട്രക്കിങ്ങിൻ്റെ ഡ്രൈവേഴ്സ് ആണെങ്കിലും അവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു നമ്മുടെ ഒപ്പം തന്നെ നല്ല വൈബിന് പറ്റിയ ആൾക്കാരും നല്ല പാട്ടൊക്കെ വെച്ച് നല്ല സെറ്റായിട്ട് പോവാം. അതുപോലെ തന്നെ അവർക്ക് അവർ നമ്മുടെ വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസൊക്കെ ആണെങ്കിലും അവരെടുത്ത് തരും. ഭയങ്കര നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണ്. അതിന് പോയി ഞാൻ അവിടെ ട്രക്കിങ്ങിന് പോയി അവിടെ നിന്ന് എൻ്റെ കാലിൽ അട്ട കടിച്ച്, എന്നിട്ട് അവർ സാനിറ്റൈസറൊക്കെ തന്നിട്ടാണ് പോയത്. അപ്പോൾ എനിക്കങ്ങനെ അട്ട എന്നെ കളിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഡിസ്കസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അതൊഴിച്ച് ബാക്കി വാഗമണിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ദെൻ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരം ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്ക്. ഉച്ചയ്ക്ക് 1 മണി ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇവിടെ ഹോട്ടൽസിലെല്ലാം ഫില്ലായി. പാഴ്സൽ വാങ്ങിക്കുകയാണെങ്കിൽ കൂടെ നമ്മൾ ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ ഇവർ പറയണം. അപ്പോൾ ഞങ്ങൾ നേരെ വേറെ പുല്ലിക്കനം വഴി, ആ വഴിയാണ് വരുന്നത്. ജോസഫ് മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് പോയിട്ട് മെയിൻ റോഡിൽ കൂടെ പോകാമെന്നാണ്, വന്ന വഴിയല്ല വേറെ റൂട്ടിലൂടെ പോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് വാഗമണിൻ്റെ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ഡേ 2 ഡേയ്സും 1 നൈറ്റും ആയിരുന്നു. പാലറ്റ് റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. നല്ല റിസോർട്ടാണ്, സ്വിമ്മിംഗ് പൂൾ കാര്യങ്ങളൊക്കെ ഉള്ള റിസോർട്ടാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പോയ കാര്യം മൊട്ടക്കുന്ന് മെഡോസ്, വാഗമൺ മെഡോസ്, പിന്നെ അതുപോലെ നമ്മുടെ പൈൻ വാലി പോയത്, പിന്നെ ഇല്ലിക്കൽ കല്ല്, അതും നല്ല 3 ഡെസ്റ്റിനേഷൻ വളരെ നല്ല ഡെസ്റ്റിനേഷനാണ്. നമുക്ക് വീഡിയോസ് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ പിന്നെ സെക്കൻഡ് ഡേ നമ്മൾ ഫുൾ ട്രക്കിങ്ങിൽ 5 പ്ലേസ് നമ്മൾ കവർ ചെയ്തു. എന്നിട്ട് പോകുമ്പോൾ നമ്മൾ തേയിലത്തോട്ടത്തിനുള്ളിലൂടെ ജോസഫ് മൂവി ഷൂട്ട് ചെയ്ത ആ ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാഗമൺ യാത്രയുടെ ഒരു റിവ്യൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. അല്ല, ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.